ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ മിച്ചു ഓഫീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുഡി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്ലോഗ് ഇപ്പോഴൊന്നും എടുത്തതല്ല, മെയ്യിലെടുത്തതാണ്. പക്ഷെ ഇപ്പോഴാണ് അത് ഇടാനായിട്ടൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ നമ്മളിന്ന് A1 ഫർണിച്ചേഴ്സിൻ്റെ തന്നെ A1 ഹൈദരാബാദ് മൾട്ടി കുസിൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് എൻ്റെ കൊച്ചാപ്പാൻ്റെ ഫാദർ ഇൻ ലോൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതൊരു ഫോർമലായിട്ടുള്ളൊരു ഇനോഗ്രേഷൻ അല്ലാണ്ടുള്ളൊരു ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളതിന് പോയപ്പോൾ എടുത്തൊരു അൺപ്ലാൻഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞാൽ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്, അടിപൊളിയാണ്. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ഫുഡ്സാണ്. അങ്ങനെ അതിലും വലുത് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അതാണ്. ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ സ്മോക്കി ബീഫ് ബ്രിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത്. സ്മോക്കി ബീഫ് ബ്രിസ്ക്കറ്റ് മാത്രമല്ല, സ്മോക്കി ചിക്കനും അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതിലാണ് നമ്മൾ ചിക്കനും ബീഫും എല്ലാം സ്മോക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നേരത്തെ അയാൾ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കധികം ഇതിനെക്കുറിച്ച് അധികം അറിയത്തില്ല. അപ്പോൾ തുറന്നു കാണിക്കും. അത് ബീഫ് ബ്രിസ്ക്കറ്റ് ആണ്. പിന്നെ ഇത് താഴത്തിരിക്കണത് ചിക്കനും. നല്ല ചൂട് അടുത്ത് നിന്നിട്ട് തന്നെ ഭയങ്കര ചൂടാണ്. സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം. അതേ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയാണ്. അതായത് പിസ്സ ഓവൻ എന്ന് പറയും. ഇതിന്റെ ഉള്ളിലേക്കാ വെച്ചിട്ടാണ് പിസ്സ റെഡിയാക്കണത്. കുബൂസ്, നാൻ റൊട്ടി, അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ എല്ലാം ഇതിന്റെ ഉള്ളിലേക്കാണ് വെക്കണത്. അത് നോക്കി അറിയാം. ഇതാണ് ഹീറ്റിംഗ് കൊടുക്കണത്. ഒരു സൈഡില് വെച്ചിങ്ങനെ കൊടുക്കുകയും. പിസ്സ ഓവൻ എന്നാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയണ. ഇവിടെ കാശ്മീർ അവിടെയൊക്കെ മഞ്ഞിൽ ചെല്ലുമ്പോ ഇഗ്ലൂ എന്നും പറഞ്ഞിട്ട് പറയണ ഒരു ഐറ്റം. ഇതിനകത്ത് ഇതിന്റെ ചൂട് ഹീറ്റിങ് ഇതിനകത്ത് കാണിച്ചു തരും. അപ്പൊ അതനുസരിച്ച് അത് നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണതാണ്. അതിന്റെയൊക്കെ മുട്ടേറെ സംഭവങ്ങളൊക്കെ അവിടെ അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ബിരിയാണികളെ കുറിച്ച് പറയാനാണെങ്കിൽ അത് അടിപൊളിയാണ്. എല്ലാ ബിരിയാണിയും ഓരോന്നും അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ പോണ്ടിച്ചേരി പോയപ്പോൾ അവിടെ നിന്ന് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഹൈദരാബാദി ബിരിയാണി ഇവിടുത്തെ ഹൈദരാബാദി ബിരിയാണിൻ്റെ ഫ്രണ്ടിൽ ഒന്നും അല്ലാണ്ടായിപ്പോൾ. ഇവിടുത്തെ ബിരിയാണികൾ ഓരോന്നും ഓരോ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മുള ബിരിയാണി ഉണ്ട്. നേരത്തെ മുള ബിരിയാണി കഴിച്ച ഒരാൾക്ക് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഇവിടെ അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ലാണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഓരോന്നും ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. താറാവ് മന്തി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നാണ് ടേസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ മട്ടൻ അധികം കഴിക്കാത്ത ഒരാളാണ്. മട്ടൻ്റെ സൂപ്പ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളും ആദ്യമായിട്ട് ഞാൻ ഓരോന്നിൻ്റെ ടേസ്റ്റും ഓരോന്നിന് ഇന്നതാണ് ടേസ്റ്റ് എന്നൊക്കെ അറിയാമെന്ന് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പം ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കരമായിട്ട് ഡെവലപ്പായി. നല്ല റെസ്റ്റോറൻറ്റാണ്. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് കൂടി പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ കയറണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അടിപൊളിയാണ്. എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റുള്ള ഐറ്റംസാണ്. ഫുഡിൻ്റെ ക്വാളിറ്റി ആവട്ടെ, അത് ഓരോ ടേസ്റ്റും ആവട്ടെ, എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും അത് കയറണം. കാരണം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഫുഡിൽ അജിനോമോട്ടോയോ അല്ലെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമ്മളങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഈ ഫുഡ് കളേഴ്സൊന്നും ചേർത്തിട്ടുള്ളതൊന്നും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല. അപ്പോൾ ഈ സ്ഥലത്തു കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ഉണ്ടായുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. എന്റെ കൂടെ നിൽക്കാൻ വന്ന ഫൈസിമോൻ